സംസ്ഥാനത്ത് കാലവർഷം കലക്കുകയാണ്. ഇന്ന് 11 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഇന്നലെ രാത്രിയിലുണ്ടായ കനത്ത മഴയിലും കാറ്റിലും സംസ്ഥാനത്ത് ഉടനീളം വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 8 വീടുകൾ പൂർണ്ണമായി തകർന്നു. 285 വീടുകൾ ഭാഗികമായും തകർന്നു. 3 ക്യാമ്പുകളിലായി 47 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂർ പഴശ്ശി ഡാമിലെ ജലനിരപ്പ് 24 മീറ്ററിലെത്തി. 16 ഷട്ടറുകളിൽ 13 എണ്ണവും തുറന്നിരിക്കുന്നു. സംസ്ഥാനത്തെ മഴയുടെ സാഹചര്യങ്ങളെ വിലയിരുത്താം. തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ്, കൊച്ചിയിൽ നിന്ന് സിഫിനിസ അലിയാർ, കോഴിക്കോട് നിന്ന് രമ്യദാസ്, വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാൻ, ഒപ്പം പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു എന്നിവരാണ് ചേരുന്നത്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ, കനത്ത മഴയിലാണ് സംസ്ഥാനമുള്ളത്. 16 വർഷത്തിന് ശേഷം ഇതാ കാലവർഷം നേരത്തെ എത്തിയ കാലവർഷം നല്ല തുള്ളിക്കൊടു ഒരു കുടം എന്ന നിലയിലാണ് പെയ്തിറങ്ങുന്നത്. കേരളത്തിലെ ആകെ മഴച്ചിത്രം എന്താണ്? എവിടെയെല്ലാമാണ് ഇപ്പോൾ അലേർട്ടുകളുള്ളത്? ബിനിൽ, നിലവിൽ 11 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും ഓറഞ്ച് അലർട്ടാണ്. അത് അതിശക്തമായിട്ടുള്ള മഴ ഈ ജില്ലകളിലും. ബാക്കി 11 അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നത്. ആ പ്രവചനം ശരിയാകുന്ന തരത്തിലുള്ള മഴ ഇന്ന് സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിലൊക്കെ ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ വലിയ ജാഗ്രത വേണ്ടിവരും. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചില നദികളിൽ കൂടി അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദിയിൽ അവിടെ ജലനിരപ്പ് ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ മണിമല, തിരുവനന്തപുരത്തെ വാമനപുരം, വയനാട്ടിലെ കബനി, ഈ നദികളിൽ ഇപ്പോൾ യെല്ലോ അലർട്ടുണ്ട്. അതുകൊണ്ട് ഈ നദികളുടെ തീരത്ത് കഴിയുന്ന ആളുകൾ നല്ല ജാഗ്രത ഈ സമയത്ത് കാണിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മഴയുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങോട്ട് ഏതൊക്കെ ജില്ലകളിലാണ് കടുത്ത മഴ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ വടക്കൻ ജില്ലകളിലേക്കാണെന്ന് പറയേണ്ടി വരും. അതിൽ കണ്ണൂരും കോഴിക്കോടും വയനാടും പ്രത്യേകമായി ഇനിയുള്ള മണിക്കൂറുകളിൽ ശ്രദ്ധിക്കണം. അവിടെ നല്ല കാറ്റുമുണ്ട്. അതായത് കാലവർഷക്കാറ്റ് ശക്തമായ ഇടങ്ങളാണ് ഈ പറഞ്ഞത്. ഒപ്പം കൊച്ചിയിലും ഇനിയുള്ള മണിക്കൂറുകളിലും ഇതുപോലെ തന്നെ ശക്തമായിട്ടുള്ള മഴ തുടരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. തെക്കൻ ജില്ലകളിൽ ഇനി മഴ പ്രതീക്ഷിക്കുന്നത് കൊല്ലത്ത് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇടുക്കി നല്ല മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണക്ക് കൂട്ടുന്നത്. തിരുവനന്തപുരത്ത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് പൊതുവെ മഴ കുറവാണ്. എങ്കിൽ കൂടിയും ശക്തമായിട്ടുള്ള സാമാന്യം തരക്കേടില്ലാത്ത മഴയാണ് തലസ്ഥാനത്ത് കിട്ടുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ വീണ്ടും ഒരു ആകാശം വീണ്ടും കറുത്തിരുണ്ട് തുടങ്ങിയിരിക്കുകയാണ്. വീണ്ടും മഴ പെയ്യാനുള്ള ഒരു സാധ്യത തിരുവനന്തപുരത്തും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാന വ്യാപകമായി ഇന്നത്തെ ഒരു ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എടുത്തു പറയണം. കാരണം അത്രയും തീവ്രമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ പെയ്യുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്ന ഇടത്തൊക്കെ ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. പിന്നെ